ഡി കെ, ഇത് വിശ്വസിക്കരുത്. ആ പാക്കറ്റിനുള്ളിൽ ഈ ഡ്രസ് ആയിരുന്നില്ല. അല്ല, ഇതായിരുന്നു. എനിക്ക് തന്ന ഗിഫ്റ്റ് ബോക്സിലുള്ള ഡ്രസ് ഇത് തന്നെയായിരുന്നു. സത്യമാണ് ഡി കെ ഞാൻ പറഞ്ഞത്. ഇയാൾ ഈ ജോക്കർ വേഷം കെട്ടിയത് പണം തട്ടാൻ വേണ്ടി തന്നെയാണ്. ദേ, ഇവിടെ വന്ന് ഭിക്ഷ എടുത്ത് ഞങ്ങളുടെ അഭിമാനം കളയരുത്. ഇവിടെ വന്ന് ഈ ജോക്കർ വേഷം കെട്ടിയാ ഡി കെ എന്തെങ്കിലും കൊടുക്കുമെന്ന് കരുതി കാണും. ആയുധങ്ങളെക്കാൾ മൂർച്ചയുണ്ട് വാക്കിന്. വാക്കുകൊണ്ട് മുറിയുന്നത് ആരുടെ മനസ്സാണെന്ന് ഓർമ്മ വേണം. നിന്റെ അച്ഛനോടോ അമ്മയോടോ ആയിരുന്നെങ്കിൽ നീ ഇങ്ങനൊരു വാക്ക് പറയുമായിരുന്നു. എല്ലാത്തിനും ചുക്കാൻ പിടിച്ചിട്ട് പിന്നെയും വാക്കുകൊണ്ട് കുത്തിമുറിക്കാൻ തക്ക ക്രൂരത നീയൊക്കെ എവിടുന്ന് പഠിച്ചടി? ജ്യോതിയോടുള്ള ശത്രുത ഈ പാവത്തിനോട് തീർക്കാൻ നിനക്ക് എങ്ങനെ തോന്നി മായേ? ഇപ്പൊ മാത്രമല്ല, ഞങ്ങൾ എപ്പോ വന്നാലും അപമാനിച്ച് രസിക്കുന്നത് ഇവര് 3 പേരുടെയും സ്ഥിരം പതിവാ. ഇത്ര അഹങ്കാരം അമരാവതിയിലെ മരുമക്കൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. നോക്കിക്കോ, ഇതിന് നീയൊക്കെ അനുഭവിക്കും. ഏയ്, മര്യാദയ്ക്ക് സംസാരിക്കാം. ആദ്യം നീ മര്യാദയ്ക്ക് സംസാരിക്കാം. മര്യാദ കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം. ഇതുപോലൊരു ഫാമിലിയാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ വീടിന്റെ പടി ചവിട്ടാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ലായിരുന്നു. മതി, നിർത്ത്. മോനെ, ഞങ്ങൾക്ക് പണമില്ല, ഇത്രയും സൗകര്യങ്ങളില്ല. ഈ വീട്ടിൽ ബന്ധുക്കളായിട്ട് കയറി വരാൻ പറയത്തക്ക ഒരു യോഗ്യതയും ഇല്ലാത്തവരാ ഞങ്ങൾ. എല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം. മായേച്ചി, തരച്ചി, വാ നമുക്ക് പോവാം. എന്തിനാ? അതൊക്കെ ഞാൻ പറയാം. നമുക്ക് പോവാം. മായച്ചി, നമുക്ക് പോവാം. കളിച്ച് കളിച്ച് കളി കാര്യമായെന്ന് എനിക്ക് തോന്നുന്നു. ആ കിളവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഡീക്ക് നമ്മളെ വെച്ചേക്കില്ല. അയാള് പറഞ്ഞത് കേട്ടില്ലേ? ഡീക്ക തന്നോണ്ട് ആ ഡ്രസ് ഇട്ടെന്ന്. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്തെന്ന് അപ്പൊ ഡീക്കയ്ക്ക് മനസ്സിലായി കാണും. ഈ ഡി കെ എന്തിനാ അയാളെ ഇങ്ങനെ പരിചരിക്കാൻ നിൽക്കുന്നെ? ആരെങ്കിലും കൂട്ടി ആശുപത്രിയിലാക്കിയ പോരെ? ഇതിപ്പോ ആ കിളവൻ കാരണം നമ്മൾ പിടിക്കപ്പെടുമെന്നാ എന്റെ പേടി. അല്ലെങ്കിലും ഡീക്കയ്ക്ക് അയാളോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതുകൊണ്ടാ ഇത്രയും കെയറിങ്. ഡി കെ പറഞ്ഞെന്ന് ഞാൻ ആ കിളവനെ പറഞ്ഞു വിശ്വസിപ്പിച്ചതുകൊണ്ടാ അയാൾ ആ ഡ്രസ് ഇട്ടത്. എന്തായാലും കുട്ടികൾ അയാളെ ഒരു പരുവത്തിലാക്കി. ഇതിനിടയ്ക്ക് അയാൾ ഇങ്ങനെ മയങ്ങി വീഴുമെന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? അതെ, നമ്മളിങ്ങനെ അധിക സമയം മാറി നിന്ന സംശയം തോന്നും. എന്തായാലും ഇതിന് പിന്നെ നമ്മളാണെന്ന് ഡീക്കയ്ക്ക് ഇതിനകം മനസ്സിലായി കാണും. നമ്മുടെ കണക്കുകൂട്ടലില് ചെറിയൊരു പിഴവ് പറ്റി. ഡി കെക്ക് ജ്യോതിയോട് മാത്രമേ ശത്രുതയുള്ളൂ.
സുധാകരൻ നായരോടും മറ്റുള്ളവരോടും ഒന്നും ഒരു വിരോധവും ഇല്ല. വിരോധം ഇല്ലെന്ന് മാത്രമല്ല, DKക്ക് അവരുടെ സ്നേഹവും ബഹുമാനമാണ്. കണ്ടില്ലേ DK പൊട്ടിത്തെറിച്ചത്? അത് സാരമില്ല ചിത്രേ. എത്ര പൊട്ടിത്തെറിച്ചാലും DK നമ്മളെ ആരെയും ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഒരു വഴിയേ ഉള്ളൂ. DK എന്തു പറഞ്ഞാലും കണ്ണടച്ചു നിന്ന് കേൾക്കുക. ഇനി കൈനിവർത്തി ഒന്ന് തന്ന അതും കൊള്ളുക. അത് മാത്രമേ മാർഗമുള്ളൂ. ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാലോ? അതിനേക്കാളും വലിയ ആയുധം തിരിച്ചും പ്രയോഗിക്കണം. എന്താ ആയുധം? പൂങ്കണ്ണീര്. പെണ്ണിന്റെ കള്ളക്കണ്ണീരിൽ വീഴാത്ത ഏത് പുരുഷനാടി ഈ ലോകത്തുള്ളത്? അതും പ്രത്യേകിച്ച് DK പോലെ ഒരു ശുദ്ധൻ. അയ്യേ, കരഞ്ഞി കാല് പിടിക്കാനോ? എന്താ കുഴപ്പം? പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ രക്ഷപ്പെടാനുള്ള ആയുധമായിട്ടാ ഈശ്വരൻ പെണ്ണിന് ഇത്രയും കണ്ണീര് നൽകിയത്. പുറത്താക്കുമെന്ന് ഉറപ്പായ കരഞ്ഞ് DKയുടെ കാല് പിടിക്കണം. അത് നാണക്കേടല്ലേ മായേച്ചി? അല്ല, പിന്മാറ്റം. ബുദ്ധിമതിയായ പെണ്ണിന്റെ 19ാമത്തെ അടവ. തോൽക്കുമെന്ന് ഉറപ്പായ ക്ഷമ പറഞ്ഞ് DKയുടെ കാല് പിടിക്കണം. എന്നിട്ട് അടുത്ത അവസരത്തിനായിട്ട് കാത്തിരിക്കണം. ഇരട്ടി പകയോടെ തിരിച്ചടിക്കാൻ. എന്തു വന്നാലും അവളെ ഇവിടുന്ന് പുറത്താക്കിയിട്ടേ നമ്മൾ ഈ യുദ്ധം അവസാനിപ്പിക്കും. നമ്മളെ കരഞ്ഞു കാല് പിടിച്ചാലും DK ക്ഷമിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും അതിനും വഴിയുണ്ട്. കരഞ്ഞ് കണ്ണീര് വാർത്ത് കാല് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ DKയുടെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. കരഞ്ഞുകൊണ്ട് തന്നെ മുറിയിലേക്ക് പൊയ്ക്കൊള്ളണം. എന്നിട്ട് മുറി അടയ്ക്കണം. DK പോലെ അന്തസ്സുള്ള ആണൊരുത്തൻ പിന്നെ നമുക്ക് പിന്നാലെ വരില്ല. എന്താ, എന്റെ ഈ ഐഡിയ ഓക്കെ അല്ലേ? മായച്ചയുടെ ബുദ്ധി സമ്മതിക്കണം. എന്റെ മരത്തലയിൽ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിയും തെളിയുന്നില്ലല്ലോ ഈശ്വര. ബുദ്ധി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. അവസരത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പഠിക്കണം. അതിന് പെണ്ണിനോളം മിടുക്ക് ലോകത്ത് മറ്റാർക്കുമില്ല. പെണ്ണിന്റെ കണ്ണീരിന് മുന്നിൽ അടിപതറാത്ത രാജാക്കന്മാരും സാമ്രാജ്യങ്ങളും ചരിത്രത്തിൽ പോലുമില്ല. പിന്നെയല്ലേ ഈ പാവൻ DK. കണ്ണുകള് കള്ളക്കണ്ണീര് കൊണ്ട് നിറച്ചു വെച്ചോ രണ്ടുപേരും. വേണ്ടി വന്നാ എടുത്തങ്ങ് പ്രയോഗിച്ചേക്കണം. വാ. എന്റെ മുഖം ഓക്കെ അല്ലേ? കണ്ണില് കണ്ണുനീരില്ലേ? പിന്നെ സ്വന്തം അപ്പൻ ചത്ത പോലും നിനക്ക് ഇത്ര വിഷമം വരില്ല. എന്റെ മുഖത്ത് നോക്കിയേ, കണ്ണീര് വന്നോ? വന്നോ? ഇത് പിന്നെ റെഡിമെയ്ഡ് അല്ലേ? പൂങ്കണ്ണീര് ഒലിപ്പിക്കാൻ താരേച്ചെ കഴിഞ്ഞുള്ള ആരും. ഇത്രയും കള്ളക്കണ്ണീര് ഏത് ഡാമിലാണ് അവ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അമ്പിളി അമ്മാവനെ കയ്യെത്തി പിടിക്കാൻ കൈ നീട്ടുന്ന കുട്ടികളെ പോലെയാ ഞങ്ങളെ ഇടത്തരക്കാരുടെ ജീവിതം. ഒരുപാട് അങ്ങോട്ട് സ്വപ്നം കാണും, പക്ഷേ ഒന്നും അങ്ങോട്ട് കയ്യെത്തി പിടിക്കാൻ പറ്റില്ല. പലപ്പോഴും വീണുപോകും. മക്കളൊക്കെ നല്ല രീതിയിൽ ജീവിക്കണമെന്നും അല്ലലും അലട്ടിലും ഒന്നും ഇല്ലാതെ അവര് ജീവിക്കുന്നത് കണ്ട് കണ്ണടയ്ക്കണമെന്നൊക്കെ കരുതും. പക്ഷെ കണ്ടില്ലേ, ഇതുപോലെ കോമാളി വേഷം കെട്ടി നിൽക്കാനാ വിധി. കോമാളി എല്ലാരും ചിരിപ്പിക്കണം, പക്ഷേലോ
ഉള്ളിലെ സങ്കടം പുറത്ത് കാണിക്കാൻ പറ്റില്ല. എന്നെ കോമാളിയാക്കിയാലോ ആക്ഷേപിച്ചതിലോ കുട്ടികളെ കൊണ്ട് കൂവി വിളിപ്പിച്ചതിലോ എനിക്കൊരു സങ്കടവും ഇല്ല. എന്റെ സങ്കടം എന്റെ മോളാ. ഇനി ഈ സങ്കടത്തിന്റെ നടുവിൽ അവളെ ഉപേക്ഷിച്ചു പോയാൽ എനിക്ക് വയ്യ. മോൻ എന്നോട് ക്ഷമിക്കണം മോളെ. മതി ഇവിടുത്തെ ജീവിതം, നമുക്ക് പോവാം. സുധാകരൻ നായരെ, എടുത്തു ചാടി ഒന്നും തീരുമാനിക്കരുത്. ഇവിടെ ഈ വീടിന്റെ മരുമകളാ, അത് മറക്കരുത്. വേണ്ട പത്മാവതി അമ്മേ, വലിഞ്ഞു കയറി വന്നവര് ഒഴിഞ്ഞു പോയാൽ തന്നെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരും. അതിനാരാ വലിഞ്ഞു കയറി വന്നേ? നമ്മളോ അതോ ഇവളുമാരോ? ദേ, അനാവശ്യം പറയരുത്. ഞങ്ങളൊക്കെ നല്ല അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നവരാ. DK ചതിയിൽപ്പെടുത്തി കള്ള കല്യാണം കഴിച്ചു വന്നത് നിങ്ങളുടെ മകളാ. കുട്ടി പറഞ്ഞത് ശരിയാ, ചേരേണ്ട തമ്മിലേ ചേരാവൂ. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ എന്റെ മോളോട് പെരുമാറുന്നത് ഇങ്ങനെ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇല്ലാത്തപ്പോ ഞങ്ങൾ എങ്ങനെയായിരിക്കും അവളോട് പെരുമാറുക? പത്മാവതി അമ്മേ, ഈ വീട്ടിൽ നിന്ന് ഒരു തുരുമ്പിന്റെ കഷ്ണം പോലും ആഗ്രഹിച്ചു വന്നവരല്ല ഞങ്ങൾ. എന്റെ മോളെ എനിക്ക് നന്നായിട്ടറിയാം. എന്ത് ജോലി എടുത്തിട്ടായാലും എന്റെ മരണം വരെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. ഇതുപോലെ കടിച്ചു കയറാൻ ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. മോളെ, നമുക്കിറങ്ങാം. ബേട്ടി, അരുത് മോളെ. അച്ഛന്റെ സങ്കടം കൊണ്ട് പറയുന്നത് മോള് കേൾക്കരുത്. ഈ വീടിന് നിന്നെ വേണം. പക്ഷെ എന്റെ ഭർത്താവിന് എന്നെ വേണ്ടല്ലോ അമ്മ. ഒരു റോബോട്ടിനെ പോലെ ജീവിക്കാൻ എനിക്കിനി വയ്യ. മോളെ, നീയ അത് മാത്രല്ല അമ്മ, എന്റെ ബോധ്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഈ വിവാഹം എന്റെ ജീവിതത്തിലെ തെറ്റായിരുന്നു. അമ്മയുടെ മകനായിരുന്നു ശരി. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? പത്മാവതി അമ്മയ്ക്ക് ഇവളോടുള്ള സ്നേഹം ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെ ഈ മരുമക്കൾ അവരെത്ര ചീപ്പായിട്ടാ ഞങ്ങളെ കാണുന്നതെന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. രണ്ടാനമ്മയാണെങ്കിലും എന്റെ മകളായിട്ട് തന്നെയാ ഞാൻ ഇവളെ വളർത്തിയത്. അവളുടെ ജീവിതത്തിന് പോറലേറ്റ അതെനിക്ക് വേദനിക്കും. സ്വർണം കൊണ്ട് പണിഞ്ഞ കത്തിയാണെങ്കിലും വെട്ടിയ മുറിയില്ലേ. അതുകൊണ്ട് എല്ലാം ഇന്നിവിടെ അവസാനിപ്പിക്കണം. പോവാം മോളെ. പ്രിയേ, സുധേട്ടാ, വാ. മോനെ, മക്കളെ, നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട് ഈ വേഷം കെട്ടിച്ചതിന്. പണവും സൗകര്യങ്ങളും ഈ കാണുന്ന ആഡംബരവുമാണ് ജീവിതമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പണത്തിനെ വെറുക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തെ സ്നേഹിക്കാൻ കഴിയും. പൂന്താനം പറഞ്ഞ് ഓർത്താ മതി. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. എന്നും ഇതുപോലെ നല്ല സൗകര്യത്തിൽ ജീവിക്കാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
യാത്ര പറയുന്നില്ല. എങ്കിലും നീ തമ്മിൽ കാണാതിരിക്കണമെന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. വാ മോളെ, വാ. നീ വാ മോളെ. മതി, വാപ്പോ. മോളെ, വരാൻ. മോളെ. കൂട്ടിക്കൊണ്ടു പോട്ടെ. DKയുടെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത അവൾക്കില്ല. നമ്മുടെ അമ്മായിയമ്മയായിട്ട് ഈ വീട് ഭരിക്കാനും അവളെ കൊണ്ട് പറ്റില്ല. ഇനി ഈ വീട്ടിന് സമാധാനം ഉണ്ടാവും. ഹലോ ഹിറ്റ്ലർ. ഏയ് ഹിറ്റ്ലർ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യാവാൻ ഞാനില്ല കേട്ടോ. ഇത്രയും നാളെ എന്നെ സഹിച്ചതിന് നന്ദിയുണ്ട്. സത്യത്തിൽ നിങ്ങളോടൊപ്പമുള്ള ദിവസങ്ങൾ ഞാൻ ശരിക്കും ആസ്വദിച്ചു. മഴക്കിട്ടതും തറയിൽ കിടന്നതും നിങ്ങൾ എന്നെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടതും എല്ലാം. പലപ്പോഴും മനഃപൂർവ്വം ഞാൻ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. റോബോട്ടായിട്ടാണെങ്കിലും ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ അതിന് ജീവൻ വയ്ക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും ആ പേടിയുണ്ടെന്ന് എനിക്കറിയാം. ആഗ്രഹിക്കാതെ വന്നു. ഇപ്പോ തിരിച്ചു പോവാ.
എന്തായാലും ഈ ന്യൂ ഇയർ ആഘോഷം നന്നായി. എനിക്ക് നിങ്ങൾ ആരാണെന്ന് ശരിക്കും മനസ്സിലായി. നിനക്കായി ഞാൻ പാട്ട് പാടുമ്പോ എനിക്കായി നീ. എന്നെ നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല.